എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു സ്ഥലത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബാനർ കാണുകയുണ്ടായി. ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്നയാൾ, ആളിന് വോട്ട് ചെയ്യണം എന്നാണ്. സത്യത്തിൽ എങ്ങനെയാണ് നെഹ്റു കുടുംബം ഈ കോടിക്കണക്കിന് ഭാരതീയരെ ഇക്കാലം അത്രയും വഞ്ചിച്ചത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് എനിക്കത് തോന്നിയത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സോണിയ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ഏഴാംകിട രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് എല്ലാവരും അറിയേണ്ടതല്ലേ? അഥവാ കോൺഗ്രസ് തന്നെ അത് പറയേണ്ടതായിരുന്നില്ലേ? 1885 എയോഹ്യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ആയിരുന്നില്ല. ഭാരതീയരുടെ ദേശസ്നേഹത്തെയും സ്വാതന്ത്ര്യ സമര വാഞ്ചയെയും തണുപ്പിച്ച് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നീട് ബാലഗംഗാധര തിലകനും മഹർഷി അരവിന്ദ ഘോഷും അതിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് അതിനെ ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് പിടിച്ചു പറിച്ച് എടുത്ത് അത് നമ്മുടെ ദേശീയ പ്രസ്ഥാനമാക്കി പരിണമിപ്പിച്ചത്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാക്കി മാറ്റിയത്. അന്ന് തൊട്ട് അത് ദേശീയ പ്രസ്ഥാനമാണ്. ഭാരതത്തിന്റെ പൊതുവായ അനേകം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ ജനകീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നു. അതിനകത്ത് ഒത്തിരി അഭിപ്രായ ഭിന്നതകളും ഗ്രൂപ്പുകളും വഴക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും പൊതുവായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, സാമാന്യ ഭാരതീയന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തിച്ചത്. എന്ന് വെച്ചാൽ വിപ്ലവകാരികളോ കവികളോ സാഹിത്യകാരന്മാരോ സന്യാസിമാരോ നവോത്ഥാന നായകരോ അങ്ങനെ അനേകം വിദേശത്ത് നടന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളോ അങ്ങനെ അനേകം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഭാരതത്തിനകത്തും പുറത്തും നടക്കുമ്പോഴും ഭാരതത്തിനകത്തെ സാധാരണക്കാരന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തിലകന്റെയും അരവിന്ദന്റെയും കാലശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രവർത്തിച്ചു പോരുന്നത്. അതിന്റെ നേതൃത്വത്തിൽ വരുന്നവർ പലപ്പോഴും മുഴുവൻ ഭാരതത്തിനെയും പ്രതിനിധീകരിക്കാതിരുന്നിട്ടുണ്ട്. അത് വേറൊരു കാര്യം. അവരുടെ രാഷ്ട്രീയ താല്പര്യവും അധികാര താല്പര്യവും ഒക്കെയാണ് അതിന്റെ കാര്യം. വിഷയം അതല്ല. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പാർട്ടി ആയിട്ട് ഇത് പരിണമിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ന് മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടാക്കിയപ്പോൾ അത് കോൺഗ്രസുകാരുടെ ഒരു ആധിപത്യ കേന്ദ്രമായി മാറരുത്, നാട്ടിൽ കൊള്ളാവുന്നവരെയെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളാക്കണം, കോൺഗ്രസുകാരുടെ കുടുംബവകയാക്കി മാറ്റരുത് എന്ന് ഗാന്ധിജി നിർദ്ദേശിക്കുകയും ആ കൂട്ടത്തിലാണ് അംബേദ്കറേയും അതുപോലെയുള്ള ആൾക്കാരെയും ഒക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എടുക്കണം എന്ന് തീരുമാനം ഉണ്ടായതുമൊക്കെ അങ്ങനെയാണ്. ഒന്ന്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അത് രണ്ടാമത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള നിലയ്ക്ക് ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാര രാഷ്ട്രീയത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് അത് രാഷ്ട്രീയ പാർട്ടിയായി പരിണമിക്കരുത്. അതുകൊണ്ട് എന്ത് വേണം, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഒരു സേവാ സംഘമാക്കി മാറ്റണം. അങ്ങനെ സേവാ സംഘമാക്കി മാറ്റുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് പങ്കെടുക്കാതിരിക്കുകയും സേവാ സംഘം എന്നുള്ള നിലയിൽ അതിന് പ്രത്യേക മെമ്പർഷിപ്പ് പോലും പാടില്ല, ആർക്കും സേവന സന്നദ്ധരായി പ്രവർത്തിക്കാനുള്ള പ്രസ്ഥാനമാക്കി മാറ്റണം എന്നും ഗാന്ധിജി പറഞ്ഞിരുന്നു. എന്നും മാത്രമല്ല, ഗാന്ധിജി വധിക്കപ്പെട്ട ആ ദിവസം, അതിന്റെ തലേ ദിവസവും ആ ദിവസവുമായിട്ട് ഈ സേവാ സംഘത്തിന്, അതായത് പുതിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സേവാ സംഘത്തിന് അതിന്റെ ഭരണഘടന എന്തായിരിക്കണം, അതിന്റെ ബൈലോ എന്തായിരിക്കണം എന്നുള്ളത് 1, 2, 3 എന്നുള്ള ക്രമത്തിൽ ഗാന്ധിജി തന്നെ എഴുതുകയും അതിന്റെ ബാക്കി ഭാഷാപരമായ തെറ്റ് തിരുത്തി തലേ ദിവസം, അതായത് ജനുവരി 29 പ്യാരേലാലിന് കൊടുത്തു. അത് ഭാഷാപരമായ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. 30-ാം തീയതി അത് ഗാന്ധിജിക്ക് തിരിച്ചു കൊടുത്തു. ഇതായിരിക്കണം കോൺഗ്രസിന്റെ മേലിലുള്ള ഭരണഘടന, ഇതൊരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് ഗാന്ധിജി പറയുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതൊക്കെ നെഹ്റുവും ഇന്ദിരാഗാന്ധിയൊക്കെ മറച്ചു വെച്ചത് അവിടെ ഇരിക്കട്ടെ, അതല്ല പറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഭരണം നടത്തിക്കൊണ്ടിരിക്കെ CD ദേശ്മുഖ് എന്ന് പറയുന്ന ഒരാള് ധനകാര്യമന്ത്രിയായി മാറി. രണ്ടാമത്, ആദ്യത്തെ ധനകാര്യമന്ത്രിയല്ല, പിന്നീട്
ധനകാര്യമന്ത്രിയായപ്പോ CD ദേശ്മുഖ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം ഈ സാമ്പത്തിക വൻകിട വ്യവസായികളുടെയൊക്കെ കണക്കുകളൊക്കെ പരിശോധിച്ചപ്പോൾ ബിർള ലക്ഷക്കണക്കിന് ഉറുപ്പിക കോൺഗ്രസിന് സംഭാവനയായിട്ട് കൊടുത്തതിന്റെ രേഖകളൊക്കെ കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടതല്ലേ, അതിന്റെ വരുമാനത്തെ സംബന്ധിച്ച സോഴ്സും അതിനാവശ്യമായ ടാക്സും ഒക്കെ അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിർളയ്ക്ക് നോട്ടീസ് അയച്ചു. ബിർള ആകെ സങ്കടപ്പെട്ടു. പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, താൻ ദേശീയ പ്രസ്ഥാനത്തിന് കൊടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഭാവന എന്നുള്ള നിലയ്ക്കല്ലല്ലോ, ഈ നാടിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി താൻ കൊടുത്തതാണ്. അതൊരു ത്യാഗം എന്നുള്ള നിലയിൽ ചെയ്തതാണ്, ഒരു തന്റെ നാടിന് വേണ്ടി സമർപ്പിച്ചതാണ്. ത്യാഗവും ഒരു സമർപ്പണമായിരുന്നു. അങ്ങനെ കൊടുത്തതിന് നികുതി കണക്കാക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. ഇത് അറിഞ്ഞ അന്നത്തെ ഒരു നേതാവ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രധാന സെക്രട്ടറിമാരിൽ ഒരാൾ വിവരം അറിയുകയും ഈ വിവരം ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ CD ദേശ്മുഖ് ബിർളയ്ക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു, ഇതിന്റെ സോഴ്സും നികുതിയൊക്കെ അടയ്ക്കണം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ വിവരം അറിഞ്ഞ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു CD ദേശ്മുഖിനെ തന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് കൊടുത്ത സംഭാവന ഈ നാടിന് കൊടുത്ത ഒരു സമർപ്പണമാണ്, അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത സംഭാവനയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല, അതുകൊണ്ട് ആ നോട്ടീസ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയും നോട്ടീസ് പിൻവലിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ 1947 ആഗസ്റ്റ് 15 വരെ പ്രവർത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നു. പിന്നീടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിന്റെ ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് എന്ന് മാത്രം. അതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് അതിന് ബന്ധമില്ല. ദേശീയ പ്രസ്ഥാനം ഭാരത മഹാജനസഭ എന്നാണ് മലയാളത്തിൽ അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതിന് പകരം. അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. ഗാന്ധിജിയും പറഞ്ഞു ഇത് പിരിച്ചുവിടുക വെച്ചാൽ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് പിരിച്ചുവിടുക, സേവാ സംഘമാക്കി നിലനിർത്തുക, അതിന് മെമ്പർഷിപ്പ് പാടില്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ പാടില്ല, അതിനാവശ്യമായ ഭരണഘടനയും ഉണ്ടാക്കി കൊടുത്തു. ആ ഭരണഘടനയൊക്കെ കോൺഗ്രസ്സുകാർ പിന്നീടുള്ള കോൺഗ്രസ്സുകാർ പൂഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ ദേശീയ പ്രസ്ഥാനം തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് നുണ പറഞ്ഞിട്ടാണ് കോടിക്കണക്കിന് ഭാരതീയരെ വഞ്ചിച്ചാണ് അവർ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നത്. അതല്ലാതെ അവരുടെ ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന അർത്ഥത്തിലല്ല, അത് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതാണ്. ഒരു കാര്യം അതാണ്. അതിലും പ്രധാനപ്പെട്ട കാര്യം, ഇന്നുള്ള കോൺഗ്രസ് ഇന്ദിരാ കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാ കോൺഗ്രസ് എന്നാണ് അതിന്റെ അർത്ഥം, അതിന്റെ മുഴുവൻ. ആ ഇന്ദിരാ കോൺഗ്രസ്, ഇന്ദിരാഗാന്ധി കോൺഗ്രസ് അവര് നിലവിലുള്ള കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് തീരുമാനിച്ചത് 1969-ലാണ്. 71-ലാണ് അവര് അതിന്റെ അടിസ്ഥാനത്തിൽ അതിന് നിയമാവലികളും രാഷ്ട്രീയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തത്. അങ്ങനെ നിയമപരമായി 1971-ലുണ്ടായ കോൺഗ്രസ് ആണ് ഇന്നുള്ള കോൺഗ്രസ്, സോണിയ കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ ഇന്ന് പറയാം. ഇന്ദിരാ കോൺഗ്രസ് മാറി, പിന്നെ രാജീവ് കോൺഗ്രസ് ആയി, രാജീവ് കോൺഗ്രസ് മാറി സോണിയ കോൺഗ്രസ് ആയി, പരമാവധി അതിനെ രാഹുൽ കോൺഗ്രസ് എന്ന് പറയാം. പക്ഷെ ഒരു ഉളുപ്പുമില്ലാതെ ഈ നാട്ടിലെ കോടിക്കണക്കിന് ഭാരതീയന്റെ ദേശീയ വികാരത്തെയും സ്വാതന്ത്ര്യ സമര വാഞ്ചയെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കോടാനുകോടി ഭാരതീയന്റെയും ഒക്കെ ജീവിതവും ജീവരക്തവും ഒക്കെ വില പറഞ്ഞ് ഇതൊക്കെ തങ്ങളുടെ കുടുംബസ്വത്താണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള നെഹ്റു കുടുംബത്തിന്റെ 3/4 നൂറ്റാണ്ട് കാലത്തെ ചതിയുടെ തുടർച്ചയാണ് ഇന്ദിരാ കോൺഗ്രസിനെ അഥവാ സോണിയ കോൺഗ്രസിനെ, രാഹുൽ കോൺഗ്രസിനെ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനവും നെഹ്റു കുടുംബവുമായിട്ട് അഥവാ നെഹ്റു കോൺഗ്രസുമായി, ഇന്ദിരാ കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. അവർ കോടാനുകോടി ഭാരതീയരെ വഞ്ചിച്ച് അധികാരത്തിന് വേണ്ടി ഭാരതീയന്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന അട്ടകളായി മാറിയ ഒരു കോൺഗ്രസ് ആണ് നമ്മളുടെ മുമ്പിലുള്ളത്. അവർ ചതിയന്മാരാണ്. അധികാരത്തിന് വേണ്ടി ഭാരതത്തെ വെട്ടിമുറിച്ചവരാണ്. അധികാരത്തിന് വേണ്ടി അവർ ചൈനയ്ക്ക് കീഴടങ്ങിയവരാണ്. അധികാരത്തിന് വേണ്ടി അവർ വിഘടനവാദം വളർത്തിയവരാണ്. അധികാരത്തിന് വേണ്ടി അവർ ഭരണഘടനയെ തന്നെ തകർത്ത് കളഞ്ഞവരാണ്. അധികാരത്തിന് വേണ്ടി
ഏത് കൊള്ളരുതായ്മയും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ദേശവിരുദ്ധ പ്രസ്ഥാനം. രാഷ്ട്രീയ പാർട്ടിയാണ്, പക്ഷെ ദേശീയത അവർക്കൊരു വിഷയമല്ല. രാജ്യത്തിന്റെ സുരക്ഷയോ സ്വാതന്ത്ര്യമോ അഖണ്ഡതയോ കോൺഗ്രസിന് വിഷയമല്ല. അധികാരം ഏത് വിധേനയും നേടുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു നെഹ്റു കുടുംബ കോൺഗ്രസ്, ഇന്ദിരാ കുടുംബ കോൺഗ്രസ്, രാജീവ് കുടുംബ കോൺഗ്രസ്, സോണിയ കോൺഗ്രസ്, രാഹുൽ കോൺഗ്രസ്, ഈ ഏഴാംകിട രാഷ്ട്രീയ പാർട്ടിയെ ഭാരതത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കൂട്ടിക്കെട്ടുന്നത് ഏറ്റവും കുറഞ്ഞ ഭാഷയിൽ നിന്ദ്യവും ഏറ്റവും മിതമായ ചീത്തവാക്കിൽ പറഞ്ഞെന്നാൽ ചീത്ത വാക്കുകൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചാൽ മതി. മുഴുവൻ ഭാരതീയന്റെയും രക്തത്തിന് വില പറയുകയാണ്. ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര ഭടന്മാരെ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കോടാനുകോടി ഭാരതീയന്റെ ജീവരക്തം ഊറ്റിക്കുടിക്കുന്ന അട്ടകളായി ഇനിയും നമ്മൾ ഈ നെഹ്റു കുടുംബ കോൺഗ്രസിനെ തിരിച്ചറിയണം എന്ന് മാത്രം ഈ തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും നാം തിരിച്ചറിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.